നമുക്ക് ആദ്യം മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ അയില എടുത്ത് അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ മീനെടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കി അതിൻ്റെ ചെകളയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തെ അഴുക്കുമെല്ലാം എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കേണ്ടതുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ചേരുവ ഒരു സവാള, തക്കാളി, പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് പേരുണ്ടെങ്കിൽ 3 സവാളയും 1 തക്കാളിയും കുറച്ച് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. കുറച്ച് പേരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തേക്കുന്നത്. അതുപോലെ മസാല നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല എല്ലാം ഇട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളകും എല്ലാം കുറച്ച് തക്കാളി കുറച്ച് അവിടെ വെച്ച് മതി. ബാക്കിയെല്ലാം ചേർക്കാം. ബാക്കിയെല്ലാം ചേർത്ത് വെള്ളം ആവശ്യത്തിന് വെച്ച് മിക്സിയിൽ നല്ല രീതിക്ക് അടിച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ പാത്രം എടുക്കുക. അല്പം എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് നല്ലോണം ഇളക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകൊന്നും നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ആ തക്കാളി കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള നേരത്തെ ഇട്ട് വഴറ്റുന്നതാണ് നല്ലത്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാവുന്നതാണ്. നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതി മീനെ വെന്ത് കിട്ടാൻ. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റിന് ശേഷം അത് നോക്കിയാൽ മതിയാവും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ